ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 6th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ആട്ടോ. 6ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് എടുക്കുന്നത്. ഏർലി ഹ്യൂമൻസ് ആൻഡ് സിവിലൈസേഷൻസ്, ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇതെന്താണ് ഇവിടെ പറയുന്നത് നോക്കിയതില്, പ്രോബബ്ലി ദ ഫസ്റ്റ് മെൻ were hardly men like we know them today. They must have been half apes, half men, living rather like monkeys. Do you remember going with us to see a professor in Heidelberg in Germany? He showed us a little museum full of fossils and especially an old skull which he kept carefully locked up in a safe. The skull was supposed to belong to one of his earliest men. We now call him the Heidelberg man simply because the skull was found buried near Heidelberg. Letters from a father to his daughter ബൈ ജവഹർലാൽ നെഹ്റു അല്ലേ. അപ്പോൾ ജവഹർലാൽ നെഹ്റു എഴുതിയ ഒരു ലെറ്ററാണ് അല്ലേ, അവരുടെ മകളായ ആരെയാണ് അവർക്ക് എഴുതിയ കത്താണ് അല്ലേ. ഒരച്ഛൻ മകൾക്ക് അയച്ച കത്താണ് ഇത്. അപ്പോൾ ജവഹർലാൽ നെഹ്റു എഴുതിയതാണ് അല്ലേ. ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്, ആദിമ മനുഷ്യൻ ഒരിക്കലും നാം ഇന്ന് കാണുന്നത് പോലെ ആയിരുന്നിരിക്കില്ല. പകുതി കുരങ്ങും പകുതി മനുഷ്യനുമായിരുന്നു അവർ. ഏതാണ്ട് കുരങ്ങിനെ പോലെ തന്നെ ജീവിച്ചിരിക്കണം. ജർമ്മനിയിൽ ഹൈഡൽബർഗ് എന്ന പട്ടണത്തിൽ ഒരു പ്രൊഫസറെ കാണാൻ നമ്മൾ പോയത് നിനക്ക് ഓർമ്മയുണ്ടോ? ജന്തുക്കളുടെ അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള ഒരു കാഴ്ച ബംഗ്ലാവ് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. അതിൽ വിശേഷിച്ചൊരു തലയോട് അദ്ദേഹം ഒരു ഇരുമ്പു പെട്ടിയിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്നല്ലോ. അത് ഒരു ആദിമ മനുഷ്യന്റെ തലയോടാണത്രേ. ആ ആദിമ മനുഷ്യനെ ഇപ്പോൾ ഹൈഡൽബർഗ് മനുഷ്യൻ എന്നാണ് പറഞ്ഞു വരുന്നത്. ആ തലയോട് ഹൈഡൽബർഗ് എന്ന പട്ടണത്തിന് സമീപം ഒരു ദിക്കിൽ കുഴിച്ചപ്പോൾ കണ്ടുകിട്ടിയത് കൊണ്ടാണ് ആ പേര് വന്നത്. എന്താണ്, ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്നുള്ളതിന് ജവഹർലാൽ നെഹ്റു എഴുതിയതാണല്ലേ അത്. ഓക്കെ, അപ്പൊ എന്താണ് ജവഹർലാൽ നെഹ്റു ഇവിടെ പറയുന്നത്, എന്താണ് നമ്മളവിടെ ജർമ്മനിയിൽ ഹൈഡൽബർഗ് എന്ന പട്ടണത്തിൽ നമ്മൾ ഒരു പ്രൊഫസറെ കാണാൻ പോയിട്ടുണ്ട് അല്ലേ. അപ്പൊ അവിടെ എന്താണ് ജന്തുക്കളുടെ അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള ഒരു കാഴ്ച ബംഗ്ലാവിൽ എന്താണ് അദ്ദേഹം ഒരു ഇരുമ്പ് പെട്ടിയിൽ ഭദ്രമായി സൂക്ഷിച്ച ഒരു തലയോട് കാണിച്ചിരുന്നു അല്ലേ. അതെന്താ ഒരു ആദിമ മനുഷ്യനാണ് അല്ലേ. ഹൈഡൽബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കുഴിച്ചെടുത്തുകൊണ്ടാണ് അത് അതിനെ ഹൈഡൽബർഗ് മനുഷ്യൻ എന്ന് പറഞ്ഞു വരുന്നത് അല്ലേ. ഓക്കെ, ആ തലയോട് ഹൈഡൽബർഗ് എന്ന പട്ടണത്തിന് സമീപം ഒരു ദിക്കിൽ കുഴിച്ചപ്പോൾ കണ്ടു കിട്ടിയത് കൊണ്ടാണ് എന്ത് ആ പേര് വന്നത് അല്ലേ. അപ്പൊ ആദിമ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്ന് കാണുന്ന പോലെ ആയിരിക്കൂല. പകുതി കുരങ്ങും പകുതി മനുഷ്യനുമായിരുന്നു അവർ. ഏതാണ്ട് കുരങ്ങിനെ പോലെ തന്നെയാണ് ജീവിച്ചിരിക്കണം എന്നുള്ളതാണ് അല്ലേ. അപ്പൊ നോക്കൂ, what do you have read is a passage from Jawaharlal Nehru's book Letter from a Father to His Daughter. What is a historical remain that Jawaharlal Nehru mentions here? അപ്പൊ ഇവിടെ നോക്കിയേ, എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന ജവഹർലാൽ നെഹ്റുവിന്റെ പുസ്തകത്തിലെ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത് അല്ലെ. ഇതിൽ ജവഹർലാൽ നെഹ്റു പരാമർശിക്കുന്ന ചരിത്ര ശേഷിപ്പ് ഏതാണ് ഇതിൽ ജവഹർലാൽ നെഹ്റു പരാമർശിക്കുന്ന ചരിത്ര ശേഷിപ്പ് ഏതാണ്? എന്താണ്, സ്കൾ ഓഫ് എ ഏർലി മാൻ അല്ലെ, ആദിമ മനുഷ്യന്റെ തലയോടാണ് അല്ലെ. ഇതിൽ പരാമർശിക്കുന്നത് എന്താണ്, ഹിസ്റ്റോറിക്കൽ ജവഹർലാൽ നെഹ്റു മെൻഷൻ ഹിയർ ഏതാണ്, ദ സ്കൾ ഓഫ് എ early men. Okay, according to him, where was it obtained? ഇത് എവിടുന്നാണ് കിട്ടിയെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് എവിടുന്നാണ്, ഫ്രം നിയർ എ സിറ്റി ഓഫ് ഹൈഡൽബർഗ്, ജർമ്മനി അല്ലെ. എവിടുന്നാണ് ലഭിച്ചത്, ഫ്രം നിയർ ദ സിറ്റി ഓഫ് ഹൈഡൽബർഗ്, ജർമ്മനി അല്ലെ. അപ്പോ ഇത് എവിടെ നിന്ന് ലഭിച്ചു എന്നാണ് അദ്ദേഹം ഇത് പരാമർശിക്കുന്ന ചരിത്രശേഷിപ്പ് എന്താണ്, ചരിത്രശേഷിപ്പ് ആദിമ മനുഷ്യന്റെ തലയോടാണ് അല്ലെ. ഇത് എവിടെന്നാ ലഭിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞത്, ഇത് ലഭിച്ചിരിക്കുന്നത് എന്താണ്, ജർമ്മനിയിലെ ഹൈഡൽബർഗ് എന്ന പട്ടണത്തിന് സമീപത്ത് നിന്നാണ് ഇത് ലഭിച്ചിരിക്കുന്നത് അല്ലെ. ഇനി the historical remain of the primitive humans is estimated to be lakhs of years old. Can you think of people who lived all these years ago or about that period? Shall we take a look at the history of people at that time? അപ്പൊ എന്താ, ആദ്യ മനുഷ്യന്റെ ഈ ചരിത്ര ശേഷിപ്പിന് എന്താണ്, ലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ് എന്ത് കണക്കാക്കപ്പെട്ടിരുന്നത് അല്ലെ. ഇത്രയേറെ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരെ കുറിച്ചോ ആ കാലഘട്ടത്തെ കുറിച്ചോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? അക്കാലത്തെ മനുഷ്യരുടെ ചരിത്രം നമുക്കൊന്ന് പരിശോധിച്ചാലോ? നമുക്ക് പരിശോധിക്കാം അല്ലെ എങ്ങനെയാന്നുള്ളത്. ലെറ്റ്സ് ട്രേസ് അവർ ആൻസെസ്റ്റേഴ്സ്, നമുക്ക് പൂർവികരെ കണ്ടെത്താം. ലുക്ക് അറ്റ് ദ ഫാമിലി ട്രീ. ഒരു ഫാമിലി ട്രീ ആണ് അല്ലെ. that Sinu prepared including members of his family previous generations.
അപ്പൊ അതിന്റെ മുന്നേ ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കല്ലേ, വാട്ട് ആർ ദ മെയിൻ സോഴ്സസ് ദാറ്റ് ഹെൽപ്പ് us ലേൺ അബൌട്ട് ദി ഹിസ്റ്ററി ഓഫ് ഏർലി ഹ്യൂമൻസ്? അതായത് ഏർലി ഹ്യൂമൻസ്, ആദിമ മനുഷ്യരുടെ ചരിത്രത്തെ കുറിച്ച് അറിയാൻ നമ്മെ സഹായിക്കുന്ന പ്രധാന സ്രോതസ്സുകൾ ഏതാന്നാ ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഹ്യൂമൻ ഫോസിൽസ് ആണ് അല്ലെ, മനുഷ്യ ഫോസിലുകളാണ്. ഓക്കെ. അപ്പൊ പൂർവികരെ കണ്ടെത്താനുള്ള സീനു എന്താ, തന്റെ കുടുംബത്തിലെ മുൻ തലമുറകളിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഒരു കുടുംബവൃക്ഷമാണ് ഇതിലെ, കണ്ടില്ലേ കുടുംബവൃക്ഷം. ഇതുപോലെ നിങ്ങളുടെ കുടുംബത്തിൽ എത്ര തലമുറകളെ കുറിച്ചുള്ള വിവരം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും? ഇങ്ങനെ അനേകായിരം തലമുറകൾ പിറകോട്ട് പോകാൻ കഴിഞ്ഞാൽ നമുക്ക് ആദിമ മനുഷ്യരെ നമുക്ക് ചെന്നെത്താൻ പറ്റില്ല. നമ്മളുടെ ബാക്കോട്ട് കുറെ പോയാൽ എന്താണ് നമ്മുടെ ആദിമ മനുഷ്യരെ നമുക്ക് കണ്ടെത്താൻ കഴിയും അല്ലെ. ഓക്കെ, ഏർലി ഹ്യൂമൻസിനെ കണ്ടെത്താൻ കഴിയും. ഇനി നമുക്ക് BC and CE. ക്രോണോളജിക്കലി ഹിസ്റ്ററി ഈസ് ഡിവൈഡ് ഇൻടു 2 പീരിയഡ്സ്. എന്താണ് ക്രോണോളജിക്കലി ആയിട്ട് ഹിസ്റ്ററിനെ 2 പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. ബിഫോർ കോമൺ ഇറ BCE and common era CE based on the birth of Jesus Christ. Earlier it was divided into BC and AD. The period before the birth of Christ was known as a before Christ BC, and the period after the birth of Christ was known as AD Anno Domini. These days it is known as BCE and CE respectively. അപ്പൊ എന്താണ് BCയും CE എന്ന് പറയുന്നത്? കാലഗണന അനുസരിച്ച് ചരിത്രത്തെ 2 കാലഘട്ടങ്ങളായി വിഭജിച്ചിരിക്കുന്നുണ്ട് അല്ലെ. എന്താണ്? ബിഫോർ കോമൺ ഇറ, അതായത് പുതുവർഷത്തിന് മുമ്പും, പിന്നെന്താണ് BCE അല്ലെ, അത് പുതുവർഷം, അതായത് കോമൺ ഇറ CE അല്ലെ. യേശുക്രിസ്തുവിന്റെ ജനനത്തെ അടിസ്ഥാനമാക്കിയാണ് മുൻകാലങ്ങളിൽ BC എന്നും AD എന്നും ഒക്കെ വിഭജിച്ചിരുന്നത് അല്ലെ. അപ്പൊ ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലം എന്താണ്? BC, ബിഫോർ ക്രൈസ്റ്റ്, ജനിക്കുന്നതിന് മുന്നേ അല്ലെ, ബിഫോർ ക്രൈസ്റ്റ് എന്നും, ക്രിസ്തുവിന്റെ ജനനത്തിന് ശേഷം കാലം എന്താണ്? AD അന്നോ ഡോമിനി എന്നും അറിയപ്പെട്ടിരുന്നു അല്ലെ. ഇന്ന് അത് യഥാക്രമം BCE എന്നും CE എന്നുമാണ് അറിയപ്പെടുന്നത് അല്ലെ. ബിഫോർ കോമൺ ഇറ എന്നും കോമൺ ഇറ എന്നുമാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്, BCയും CEയും കേട്ടോ. അപ്പം ബിഫോർ ക്രൈസ്റ്റ് എന്താണ്? ബിഫോർ കോമൺ ഇറ എന്നും, പിന്നെ എന്താണ്? CE കോമൺ ഇറ എന്നുമാണ് അല്ലെ. അപ്പൊ അറിയപ്പെടുന്നത് ആദ്യം എന്താണ്? BCയും AD ആയിരുന്നു അല്ലെ. BC പറഞ്ഞാൽ ബിഫോർ ക്രൈസ്റ്റും, AD എന്ന് പറഞ്ഞാൽ എന്താണ്? അന്നോ ഡോമിനി ആയിരുന്നു. ഓക്കെ മനസ്സിലായില്ല. അപ്പൊ BCയും AD ആണ് അല്ലെ, ബിഫോർ ക്രൈസ്റ്റ് അന്നോ ഡോമിനി അല്ലെ. ഇപ്പം BCയും CE ആയി അല്ലെ. BCE എന്ന് പറഞ്ഞാൽ എന്താണ്? ബിഫോർ കോമൺ ഇറയും, CE എന്ന് പറഞ്ഞാൽ കോമൺ ഇറയും. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ CEയും BCയും അല്ലെ. സെഞ്ചുറി ഡിനോട്ട്സ് 100 years, എ മില്യൺ ഇയേഴ്സ് ഡിനോട്ട്സ് 10 lakhs years. എന്താ ഇവിടെ പറയുന്നത്? ഇവിടെ ഒരു നൂറ്റാണ്ട് എന്നാൽ എത്ര? 100 വർഷമാണ് അല്ലെ. സെഞ്ചുറി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 വർഷമാണ് അല്ലെ. ഒരു ദശലക്ഷം വർഷം എന്നാൽ എന്താണ്? 10 ലക്ഷം വർഷമാണ് കേട്ടോ. അപ്പൊ CEയും BCയും കണ്ടല്ലോ. അപ്പൊ നമ്മള് CE എന്ന് പറയുന്നത് എന്താണ്? BCE ഇത് അല്ലെ. അപ്പൊ നമ്മള് CE പറയുമ്പോൾ അത് കൂടി ഇങ്ങോട്ടേക്ക് വരികയാണ് അല്ലെ. ഇവിടുന്ന് ഇങ്ങോട്ട് 100, 200, 300, 400, 500 അല്ലെ, അങ്ങനെ 100, 200, 300, 400, 500 ഇങ്ങനെ കൂടി വരിക CE എന്ന് പറയുമ്പോൾ അല്ലെ. BCE പറഞ്ഞാൽ ബിഫോർ കോമൺ ഇറ എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് ഇങ്ങോട്ട് അങ്ങോട്ടേക്കാണ് കൂടി വരുന്നത് അല്ലെ. നോക്കൂ, ഇവിടെ നിന്ന് വന്നെങ്കിൽ ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് അല്ലെ, ഇടതുവശത്തേക്കാണ് എന്താക്കുന്നത്? കൂടി വരുന്നത് അല്ലെ. 100, 200, 300, 400 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താണ്? കുറഞ്ഞു വരിക. ഓക്കെ, അപ്പൊ അങ്ങനെ ശ്രദ്ധിക്കുക. നമ്മളെന്താണ്? ബിഫോർ അതായത് BCE ബിഫോർ കോമൺ ഇറയും, CE കോമൺ ഇറയും അല്ലെ. പിന്നെ അതുപോലെ എന്താണ്? ഒരു നൂറ്റാണ്ട് എന്നാൽ എത്രയാണ്? 100 വർഷമാണ് അല്ലെ. ഒരു സെഞ്ചുറി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 വർഷമാണ് അല്ലെ. ഒരു ദശലക്ഷം വർഷം എന്നാൽ എന്താണ്? 10 ലക്ഷം വർഷമാണ് അല്ലെ. ഓക്കെ, അപ്പൊ മില്യൺ ഇയേഴ്സ് എന്താണ്? 10 lakh years ആണ്. ഇനി നോക്കൂ, ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് ഹ്യൂമൻസ് അല്ലെ. അപ്പൊ ഇനി ഫോസിൽസ് എന്താ നോക്കാം നമുക്ക്. ഫോസിൽസ് ആർ ദ റിമെയിൻസ് ഓഫ് ഏൻഷ്യന്റ് പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് ഹ്യൂമൻസ്. These are generally embedded in rocks and have been preserved for millions of years. എന്താണ് ഫോസിൽസ് എന്ന് പറഞ്ഞാല്? പുരാതന സസ്യങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ എന്നിവയുടെ ശേഷിപ്പുകളാണ് എന്ത്? ഫോസിലുകൾ എന്ന് പറയുന്നത് അല്ലെ. പൊതുവെ പാറകളിൽ പതിഞ്ഞിരിക്കുന്ന ഇവ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി എന്താണ്? സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു അല്ലെ. എന്താണ്? പുരാതനമായിട്ടുള്ള സസ്യം അല്ലെ, പ്ലാന്റ്സ്, ആനിമൽസ്, മനുഷ്യർ എന്നിവരുടെയൊക്കെ ശേഷിപ്പുകളാണ് എന്ത്? ഈ ഫോസിൽസ് എന്ന് പറയുന്നത് അല്ലെ. പൊതുവെ എന്താണ്? പാറകളിൽ പതിഞ്ഞിരിക്കുന്ന ഇവ എന്താണ്? കുറേ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി എന്താണ്? സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു അല്ലെ. അപ്പൊ ഫോസിൽ എന്താന്ന് മനസ്സിലായല്ലോ. ഫോസിൽസ് ആർ ദ റിമെയിൻസ് ഓഫ് ഏൻഷ്യന്റ് പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് ഹ്യൂമൻസ്. ദീസ് ആർ ജനറലി എംബഡഡ് ഇൻ റോക്സ് ആൻഡ് ഹാവ് ബീൻ പ്രിസർവ്ഡ് ഫോർ മില്യൺസ് ഓഫ് ഇയേഴ്സ്. ഓക്കെ, ദെൻ ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് ഹ്യൂമൻസ് എന്താ നമുക്ക് നോക്കാം.
Human fossils are important sources that help us to learn about the history of early humans. It is by scientifically calculating the age of such fossils that the history of the origin and evolution of humans is written. എന്താണ് മനുഷ്യരുടെ ഉത്ഭവവും പരിണാമവും അല്ലെ. ആദിമ മനുഷ്യരുടെ ചരിത്രത്തെ കുറിച്ച് അറിയാൻ എന്താണ് നമ്മെ സഹായിക്കുന്ന പ്രധാന സ്രോതസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യ ഫോസിലുകളാണ് അല്ലെ. ആദിമ മനുഷ്യരുടെ ചരിത്രത്തെ അറിയാൻ എന്താണ് നമ്മളെ സഹായിക്കുന്ന പ്രധാന സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യ ഫോസിലുകളാണ് അല്ലെ. ഇത്തരം ഫോസിലുകളുടെ കാലപ്പഴക്കം ശാസ്ത്രീയമായി നിർണയിച്ചാണ് എന്ത് മനുഷ്യരുടെ ഉത്ഭവത്തിന്റെയും പരിണാമത്തിന്റെയും ചരിത്രം എന്താണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ് നമുക്ക് ഈ ആദിമ മനുഷ്യരുടെ ചരിത്രത്തെ കുറിച്ച് അറിയാൻ എന്താ നമ്മെ സഹായിക്കുന്ന പ്രധാന സോഴ്സ് ഏതാണ്? പ്രധാന സ്രോതസ് എന്ന് പറയുന്നതാണ് ഹ്യൂമൻ ഫോസിൽസ് ആണ് അല്ലെ. മനുഷ്യ ഫോസിലുകളാണ്. ഇത്തരം ഫോസിലുകളുടെ കാലപ്പഴക്കം എന്താണ് ശാസ്ത്രീയമായി നിർണയിച്ചാണ് എന്ത് മനുഷ്യരുടെ ഉത്ഭവത്തിന്റെയും പരിണാമത്തിന്റെയും ചരിത്രം എന്താണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പം വാട്ട് ആർ ദ മെയിൻ സോഴ്സസ് ദാറ്റ് ഹെൽപ്പ് us to learn about the history of early humans? ആദിമ മനുഷ്യരുടെ ചരിത്രത്തെ കുറിച്ച് നമ്മെ അറിയാൻ സഹായിക്കുന്ന പ്രധാന സ്രോതസ്സുകൾ ഏതാണ്? ഹ്യൂമൻ ഫോസിൽസ് അല്ലെ, മനുഷ്യ ഫോസിലുകളാണ് അല്ലെ. എവല്യൂഷൻ ഹ്യൂമൻസ് ഹിസ്റ്ററി. അപ്പൊ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. How is the history of the origin and evolution of human structured? കേട്ടോ, origin and evolution human structured എങ്ങനെ ചെയ്തിരിക്കുന്നത്? മനുഷ്യരുടെ ഉത്ഭവത്തിന്റെയും പരിണാമത്തിന്റെയും ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്? സയന്റിഫിക്കലി കാൽക്കുലേറ്റിംഗ് ദ ഏജ് ഓഫ് ഫോസിൽസ് അല്ലെ. ഫോസിലുകളുടെ കാലപ്പഴക്കം ശാസ്ത്രീയമായി നിർണയിച്ചിട്ടാണ് അല്ലെ. എന്താണ്? സയന്റിഫിക്കലി കാൽക്കുലേറ്റിംഗ് ദ ഏജ് ഓഫ് ഫോസിൽസ്. ഫോസിലുകളുടെ കാലപ്പഴക്കം ശാസ്ത്രീയമായി നിർണയിച്ചിട്ടാണ് എന്ത് മനുഷ്യരുടെ ഉത്ഭവത്തിന്റെയും പരിണാമത്തിന്റെയും ഒറിജിന്റെയും എവല്യൂഷന്റെയും ഒക്കെ എന്താണ് ചരിത്രം രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, then human evolution എന്താന്ന് നോക്കാം നമുക്ക്. It was Charles Darwin who proposed a scientific view on the origin of human beings. He suggested that humans have originated through organic changes that took place over a long period of time. He called this process evolution. He presented the theory of human evolution in his book on the origin of species, published in 1859. ഇതാണ് ചാൾസ് ഡാർവിൻ അല്ലെ. അപ്പൊ അവിടെ എന്താണ് ഹ്യൂമൻ എവല്യൂഷനെ കുറിച്ചിട്ട്, മനുഷ്യ പരിണാമത്തിനെ കുറിച്ച് ഇവിടെ പറയുന്നത്? മനുഷ്യരുടെ ഉത്ഭവത്തെ കുറിച്ച് ശാസ്ത്രീയമായ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് ആരാണ്? ഈ ചാൾസ് ഡാർവിനാണ് അല്ലെ. ദീർഘകാലം കൊണ്ട് സംഭവിച്ച ജൈവിക മാറ്റത്തിലൂടെയാണ് എന്ത് മനുഷ്യരുടെ ഉത്ഭവം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ പ്രക്രിയക്ക് അദ്ദേഹം പരിണാമം എന്ന് പേര് നൽകിയേ. അപ്പൊ എന്താണ്? ദീർഘകാലം കൊണ്ട് സംഭവിച്ച ഈ ജൈവിക മാറ്റത്തിലൂടെ മനുഷ്യരുടെ ഉത്ഭവം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ പ്രോസസ്സിനെ അദ്ദേഹം എന്താണ് എവല്യൂഷൻ എന്ന് പറഞ്ഞു അല്ലെ. 1859 പ്രസിദ്ധീകരിച്ച ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥത്തിലാണ് എന്ത് മനുഷ്യ പരിണാമത്തെ കുറിച്ച് ഉള്ള ആ തിയറി സിദ്ധാന്തം അദ്ദേഹം എന്താണ് അവതരിപ്പിച്ചത് അല്ലെ. അപ്പൊ ചാൾസ് ഡാർവിൻ ആരാന്ന് നോക്കിയേ. ചാൾസ് ഡാർവിൻ വാസ് ബോൺ ഇൻ ഇംഗ്ലണ്ട് ഓൺ February 12, 1809. He is a naturalist who helped in understanding the process that led to the origin of life on Earth and the diversity of living organisms. Charles Darwin explained through his theory of evolution that all living species evolved over a period of time and took millions of years to reach its present form. ഇപ്പൊ എന്താണ് ചാൾസ് ഡാർവിൻ പറയുന്നത്? 1809 ഫെബ്രുവരി 12 ഇംഗ്ലണ്ടിലാണ് ചാൾസ് ഡാർവിൻ ജനിച്ചത്. അപ്പം ഭൂമിയിൽ ജീവന്റെ ഉത്ഭവത്തിലേക്കും ജീവജാലങ്ങളുടെ വൈവിധ്യത്തിലേക്കും നയിച്ച ഈ പ്രോസസ്സുകൾ പ്രക്രിയകൾ മനസ്സിലാക്കാൻ എന്താണ് സഹായിച്ച ഒരു നാച്ചുറലിസ്റ്റ് ആണ് അദ്ദേഹം അല്ലെ. ഒരു പ്രകൃതി ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. എല്ലാ ജീവജാലങ്ങളും എന്താണ് പരിണമിച്ച് രൂപപ്പെട്ടതാണെന്നും ഓരോ ജീവിവർഗവും ഇന്നത്തെ രൂപത്തിലെത്താൻ അനേക ലക്ഷം വർഷങ്ങൾ എടുത്തു എന്ന് എന്താണ് ചാൾസ് ഡാർവിൻ തന്റെ പരിണാമ സിദ്ധാന്തത്തിലൂടെ വിശദീകരിച്ചിട്ടില്ലേ. അപ്പോൾ എല്ലാ ജീവജാലങ്ങളും എന്താണ് പരിണമിച്ച് രൂപപ്പെട്ടതാണെന്നും ഓരോ ജീവിവർഗം എന്താണ് ഇന്നത്തെ ഈ രൂപത്തിലെത്താൻ എന്താണ് അനേക ലക്ഷം വർഷങ്ങൾ എടുത്തു എന്നും എന്താണ് ചാൾസ് ഡാർവിൻ തന്റെ ആ എവല്യൂഷൻ തിയറിയിലൂടെ വിശദീകരിക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, ആൻസസ്റ്റേഴ്സ് ഓഫ് ഹ്യൂമൻസ് എന്താണ് നമ്മുടെ മനുഷ്യരുടെ പൂർവികർ അല്ലെ. മനുഷ്യരുടെ പൂർവികർ. Early humans evolved millions of years ago. Human evolution began from primates, a category of mammals. Observe the flowchart that includes the various stages of evolution.
primates, a category of mammals. Hominoids walked on 4 legs. ഈ ഹൊമിനിഡ്സ് വാക്ക്ഡ് ഓൺ 2 leg. പിന്നെന്താണ് ആസ്ട്രോളോപിത്തസ്കസ്, പിന്നെന്താണ് ഹോമോ. 2 ആയിട്ട് ഹ്യൂമിനിഡ്സ് 2 ആയിട്ട് അല്ലേ തിരിച്ചല്ലേ. അതിൽ ഹോമോ എങ്ങനെയാണ്? ഹോമോ ഹിബിലിസ് ദ ടൂൾ മേക്കറും, ഹോമോ എറക്ടസ് ദ അപ്രൈറ്റ് ഹ്യൂമൻസും, ഹോമോ സെപ്പിയൻസും ദ വൈസ് ഓർ തിങ്കിങ് മാൻ അല്ലേ. അപ്പോൾ ഇതൊരു ഫ്ലോ ചാർട്ട് ആണല്ലേ. ദാറ്റ് ഹോമോ ഹിബിലിസ്, ഹോമോ എറക്ടസ് ആൻഡ് ഹോമോ സ്പേപ്പിയൻസ് were the subgroups of Homo. The human species to which we belong is ഹോമോ സാപ്പിയൻസ്. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു ഫ്ലോ ചാർട്ട് അല്ലേ. മനുഷ്യരുടെ പൂർവികരെ കണ്ടെത്താനുള്ള ഒരു ഇതാണല്ലേ. ആദിമ മനുഷ്യർ രൂപം കൊണ്ടത് എന്താണല്ലേ? ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണല്ലേ. സസ്തനികളിൽ ഒരു വിഭാഗമായ പ്രൈമേറ്റുകളിൽ നിന്നാണ് എന്ത് മനുഷ്യ പരിണാമം ആരംഭിക്കുന്നത്. എന്താണ്? സസ്തനികളിൽ ഒരു വിഭാഗമായ പ്രൈമേറ്റ്സ് അല്ലെ. പ്രൈമേറ്റ്സിൽ നിന്നാണ് എന്ത് മനുഷ്യ പരിണാമം ആരംഭിക്കുന്നത് അല്ലെ. നോക്കൂ, ഇത് എവിടുന്നാണ്? ഹ്യൂമൻ എവല്യൂഷൻ ബിഗാൻ ഫ്രം പ്രൈമേറ്റ്സ്, എ കാറ്റഗറി ഓഫ് മാമൽസ്. ഓക്കെ, പരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഫ്ലോ ചാർട്ടാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നോക്കൂ, പ്രൈമേറ്റുകൾ അല്ലെ, സസ്തനികൾ ഒരു വിഭാഗമാണ് അല്ലെ. പിന്നെ ഹോമിനോയിഡുകൾ എന്താണ്? 4 കാലിൽ നടത്താം. ഹോമിനിഡുകൾ എന്താണ്? 2 കാലിൽ നടത്താം. അത് 2 ടൈപ്പാക്കി മാറ്റി അല്ലെ. ആസ്ട്രലോപിത്തേക്കസും ഹോമോ ആണ് അല്ലെ. അതിൽ ഹോമോ എന്താണ്? ഹോമോ ഹാബിലിസിനും ഹോമോ ഇറക്ടസിനും ഹോമോ സാപ്പിയൻസും 3 ആയിട്ട് തിരിച്ചിരിക്കുന്നത് അല്ലെ. അതിൽ ഹോമോ ഹാബിലിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപകരണ നിർമ്മാതാക്കളാണ്. ഹോമോ ഇറക്ടസ് എന്ന് പറയാൻ നിവർന്ന് നിൽക്കുന്ന മനുഷ്യരാണ്. ഹോമോ സാപ്പിയൻസ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള മനുഷ്യരാണ് അല്ലെ. ഹോമോയുടെ ഉപവിഭാഗങ്ങളാണെന്ത്? ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ് എന്നിവയെന്ന് ഫ്ലോ ചാർട്ട് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഹോമോയുടെ എന്താണ് ഒരു ഉപവിഭാഗങ്ങളാണെന്ത്? ഈ ഹോമോ ഹാബിലിസിനും ഹോമോ ഇറക്ടസും ഹോമോ സാപ്പിയൻസ് അല്ലെ. അപ്പൊ നമ്മൾ ഉൾപ്പെടുന്ന മനുഷ്യർക്ക് എന്താണ്? ഹോമോ സാപ്പിയൻസ് ആണ് അല്ലെ, ബുദ്ധിയുള്ള മനുഷ്യർ എന്ന വിഭാഗത്തിൽ പെടുന്നവരാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ഈ ഫ്ലോ ചാർട്ട് കണ്ടു അല്ലെ. അതിലെന്താണ് ഈ ഫ്ലോ ചാർട്ടിൽ ഈ ഹോമോ ഹിബിലിസും ഹോമോ ഇറക്ടസും ഹോമോ സാപ്പിയൻസ് എന്താണ്? ആ ഹോമോന്റെ സബ് ഗ്രൂപ്പാണ് കേട്ടോ. അപ്പൊ ഹ്യൂമൻ സ്പീഷീസ് ആരാണ്? ആ ഹോമോ സാപ്പിയൻസിൽ പെടുന്ന ആളാണ് അല്ലെ. അപ്പൊ ഇവിടെ നമുക്കൊരു ചോദ്യം നോക്കാം. എന്താണ്? how is the theory of evolution described in the book on the origin of species published by Charles Darwin in 1859? അപ്പൊ എന്താണ് ചോദ്യം? എന്താണ്? How is the theory of evolution described in the book on the origin of species published by Charles Darwin in 1859? 1859 ചാൾസ് ഡാർവിൻ പ്രസിദ്ധീകരിച്ച ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥത്തിൽ പരിണാമ സിദ്ധാന്തം വിവരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് വിവരിച്ചിരിക്കുന്നത്? He suggested that humans have originated through organic changes that took place over a long period of time. He called this process evolution അല്ലേ. എന്താണ്? He suggested that humans have originated through organic changes that took place over a long period of time. He called this process evolution. എന്താണ്? ദീർഘകാലം കൊണ്ട് സംഭവിച്ച ഒരു ജൈവിക മാറ്റത്തിലൂടെ ആണ് മനുഷ്യരുടെ ഉത്ഭവം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ പ്രക്രിയക്ക് പരിണാമം എന്ന് പേര് നൽകി അല്ലെ, എവല്യൂഷൻ എന്ന പേര് നൽകി പ്രോസസ്സിന് അല്ലെ. ഓക്കെ, ദെൻ അടുത്ത എന്താണ്? അപ്പൊ ഹ്യൂമൻ സ്പീഷീസ് ഏതിലാണുള്ളത്? ഹോമോ സാപ്പിയൻസ് ആണ്. എന്ത്? ഹ്യൂമൻ മനുഷ്യരെന്താണ്? ഹോമോ സാപ്പിയൻസ് ആണ് മനുഷ്യർ ഉൾപ്പെട്ടിരിക്കുന്നത് അല്ലെ. ബുദ്ധിശാലികളായ വൈസ് ഓർ തിങ്കിങ് മാൻ അല്ലെ, അതിലാണെന്ത് ഹ്യൂമൻ ബീയിങ്സ് അല്ലെ, മനുഷ്യരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? വേരിയസ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ്. ഓക്കെ, വേരിയസ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് പല സ്റ്റേജുകൾ അല്ലെ. Early humans lived in the forest. They lived by gathering fruits and vegetables and hunting animals to eat their meat. They used rough stones from their surroundings as weapons. Since stones were used as weapons, this period is called the Stone Age, based on the development achieved over time in weapons and tools made of stones. The Stone Age can be divided into 3 stages. അപ്പൊ എന്താ അവിടെ പറയുന്നത്? വേരിയസ് ആയിട്ടുള്ള അല്ലെ മനുഷ്യ വികാസത്തിന്റെ ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ വിവിധ ഘട്ടങ്ങളാണ് അല്ലെ. ആദിമ മനുഷ്യർ അവിടെയാണ് താമസിച്ചിരുന്നത്? വനാന്തരങ്ങളിലാണ് അല്ലെ താമസിച്ചിരുന്നത് അല്ലെ. വനത്തിലായിരുന്നു, കാടുകളിലായിരുന്നു താമസിച്ചിരുന്നത് അല്ലെ. കായ്കനികൾ ശേഖരിച്ചും മൃഗങ്ങളെ വേട്ടയാടി അവയുടെ മാംസം ഭക്ഷണമാക്കിയ എന്താണ് അവർ ജീവിച്ചിരുന്നു.
ചുറ്റുപാടിൽ നിന്നും ലഭിച്ച പരുക്കൻ കല്ലുകളാണെന്ത് അവർ ആയുധമാക്കിയിരുന്നെന്ന്. ശിലകൾ ആയുധമായി ഉപയോഗിച്ചിരുന്നതിനാൽ എന്താണ് ഈ കാലഘട്ടത്തിൽ എന്താണ് ഈ സ്റ്റോൺ ഏജിലെ ശിലായുഗം എന്ന് വിളിക്കുന്നു. ശിലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആയുധങ്ങളിലും ഉപകരണങ്ങളിലും കാലക്രമത്തിലുണ്ടായ പുരോഗതിയെ എന്താണ് അടിസ്ഥാനമാക്കി ഈ ശിലായുഗത്തെ 3 ഘട്ടങ്ങളായി തിരിക്കാം. എന്താണ് ഈ സ്റ്റോൺ ഏജിലെ 3 ടൈപ്പായിട്ട് തിരിക്കുക അല്ലെ. ഈ ശിലകൾ കൊണ്ട് അതായത് കല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആയുധങ്ങളിലും ഉപകരണങ്ങളിലും കാലക്രമത്തിലുണ്ടായ പുരോഗതിനെ അടിസ്ഥാനമാക്കി നമുക്ക് എന്താക്കാം ഈ സ്റ്റോൺ ഏജിനെ 3 ഘട്ടങ്ങളായി തരംതിരിക്കുക. ഏതൊക്കെയാണ് സ്റ്റോൺ ഏജ്? പാലിയോളിത്തിക് ഏജ്, മെസോളിത്തിക് ഏജ്, നിയോളിത്തിക് ഏജ് അല്ലെ. എന്താണ് ശിലായുഗം, പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം എന്നുള്ളത് 3 ടൈപ്പ് ആക്കി അല്ലെ. 3 ഘട്ടങ്ങളായിട്ട് നമുക്ക് എന്താക്കാം തിരിക്കാൻ പറ്റൂ അല്ലെ. ഓക്കെ, ഇനി എന്താണ് ഇവിടെ പറയുന്നത് നോക്കിയേ. നോട്ട് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് വേരിയസ് സ്റ്റോൺ ഏജ് പീരിയഡ്സ്. എന്താണ് ഈ സ്റ്റോൺ ഏജ് പീരീഡിന്റെ വിവിധ ശിലായുഗ ഘട്ടങ്ങളുടെ സവിശേഷതകൾ ശ്രദ്ധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ഫസ്റ്റ് എന്താണ് ഇവിടെ വരുന്നത്? പാലിയോളിത്തിക് ഏജ് ആണ് അല്ലെ. പാലിയോളിത്തിക് ഏജിൽ നോക്കിയാൽ അവരുടെ ആയുധങ്ങൾ എങ്ങനത്താ നോക്കിയേ. ഫസ്റ്റ് ഫേസ് ഓഫ് സ്റ്റോൺ ഏജ് യൂസ്ഡ് റഫ് സ്റ്റോൺ ആസ് ടൂൾസ്, ഗാദറിംഗ് ആൻഡ് ഹണ്ടിങ് ആസ് എ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് അല്ലെ. എന്താണ് ഈ പാലിയോളിത്തിക് ഏജ് പ്രാചീന ശിലായുഗത്തിലെ ആദ്യഘട്ടം എന്നും പറയാം. പരുക്കൻ കല്ലുകൾ ഉപകരണങ്ങളാക്കി പിന്നെന്താണ് ശേഖരണവും വേട്ടയാടലും എന്താണ് അവർ ഉപജീവനാക്കി അല്ലെ. അതാണ് എന്ത് പ്രാചീന ശിലായുഗം ഓർ പാലിയോളിത്തിക് ഏജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ് മെസോളിത്തിക് ഏജ് ആണ്. മെസോളിത്തിക് ഏജിൽ എന്താണ് യൂസ്ഡ് സ്മോളർ ഫൈൻ ടൂൾസ്. മറ്റേന്താണ് റഫ് സ്റ്റോൺസ് ആണ് അല്ലെ ഉപയോഗിച്ചിരിക്കുന്നത് ടൂൾസ് ആയിട്ട്. ഇവിടെ എന്താണ് സ്മോളർ ഫൈൻ സ്റ്റോൺ ടൂൾസ് ആണ്. യൂസ്ഡ് എഡിബിൾ ഗ്രാസസ് ആൻഡ് ഫിഷ് ആസ് ഫുഡ്. അവർ ഫിഷും ഒക്കെ എന്താണ് ഫുഡ് ആക്കി അല്ലെ. ആനിമൽ സ്കിൻ, ബാർക്ക് ഓഫ് ട്രീസ് ആൻഡ് ലീവ്സ് യൂസ്ഡ് ഫോർ ക്ലോത്തിങ്. അപ്പൊ മെസോളിത്തിക് ഏജിൽ എന്താണ് സൂക്ഷ്മ ശിലാ ഉപകരണങ്ങൾ ഉപയോഗിച്ചു അല്ലെ. ഷാർപ്പായിട്ടുള്ള സ്റ്റോൺ ഇത് ഉപയോഗിച്ചു. ഭക്ഷ്യോഗ്യമായ പുല്ലിനങ്ങളും മത്സ്യവും ഒക്കെ എന്താണ് ആ ടൈമിൽ ഒരു ഭക്ഷണമാക്കി. പിന്നെ മൃഗത്തോലും മരത്തോലും ബാർക്ക് അല്ലെ അതൊക്കെ എന്താണ് ഇലകളൊക്കെ എന്താണ് ഒരു ഡ്രസ്സാക്കി ഉപയോഗിച്ചു, വസ്ത്രങ്ങളാക്കി ഉപയോഗിച്ചു. അതാണ് മെസോളിത്തിക് ഏജ് വരുന്നത് അല്ലെ. ഇനി നിയോളിത്തിക് ഏജ് എന്താ വരുന്നത് നോക്കിയാൽ യൂസ്ഡ് മോർ റിഫൈൻഡ് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് അല്ലെ. അവിടെ എന്താണ് ഇവിടെ മെസോളിത്തിക് ഏജിൽ നോക്കിയാൽ ഫൈൻ ടൂൾസ് ഇവിടെ അല്ലെ സ്മോളർ ഫൈൻ ടൂൾസ് ആണ്. പാലിയോളിത്തിക് ഏജിന്റെ എന്താണ് നല്ല സ്മോളർ ഫൈൻ ടൂൾസ് ആണ്, സ്റ്റോൺ ടൂൾസ് ആണ് ഇവിടെ ഉപയോഗിച്ചത്. അല്ലെങ്കിൽ നിയോളിത്തിക് ഏജിൽ എന്താണ് വരുന്നത് നോക്കിയാൽ യൂസ്ഡ് മോർ റിഫൈൻഡ് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്. അഗ്രികൾച്ചർ സ്റ്റാർട്ടഡ്, ഇൻവെന്റഡ് വീൽ ആൻഡ് സ്റ്റാർട്ടഡ് മേക്കിംഗ് പോട്ടറി അല്ലെ. അപ്പൊ എന്താ അവിടെ കൂടുതൽ നവീന ശിലായുഗത്തിൽ കൂടുതൽ പരിഷ്കരിക്കപ്പെട്ടതും മിനുസമുള്ളതുമായ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ച് ചിത്രം കണ്ടില്ലേ. കൃഷി ആരംഭിച്ചു, പിന്നെ ചക്രം കണ്ടുപിടിക്കുകയും മൺപാത്ര നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു അല്ലെ. അതാണ് എന്ത് വരുന്നത് നമ്മുടെ ഈ ശിലായുഗത്തിൽ സ്റ്റോൺ ഏജിൽ വരുന്നത്. മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് എന്താ നോക്ക് ബിംബേദ്ക. എന്താണ് ബിംബേദ്ക നോക്കിയേ. ബിംബേദ്ക ഇൻ മധ്യപ്രദേശ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് റോക്ക് ഷെൽട്ടർ ഇൻ ഇന്ത്യ which was inhabited by Stone Age humans. The paintings inside this cave tell us about the varied ways of life of ancient humans. These cave paintings are also a proof of their communication. ഇതാണ് ബിംബേദ്ക കേട്ടോ. കേവ് പെയിന്റിംഗ് ആണ് ഇതിൽ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ബിംബേദ്ക എന്ന് പറഞ്ഞാൽ എന്താണ്? ശിലായുഗ മനുഷ്യർ അധിവസിച്ചിരുന്ന ഇന്ത്യയിലെ ഒരു പ്രധാന ഗുഹാ കേന്ദ്രമാണിത് മധ്യപ്രദേശിലെ ബിംബേദ്ക അല്ലെ. ഗുഹാ കേന്ദ്രമാണ് അല്ലെ. പ്രാചീന മനുഷ്യരുടെ വിവിധ ജീവിത രീതികളെ കുറിച്ച് ഇവിടുത്തെ ഗുഹാ ചിത്രങ്ങൾ നമ്മളോട് പറയാം. അവിടെ കുറെ പെയിന്റിങ്സ് ഒക്കെ ഉണ്ട് അല്ലെ, ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ടാണ് പണ്ടുള്ള മനുഷ്യരുടെ ജീവിത രീതികളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അവരുടെ ആശയവിനിമയത്തിന്റെ തെളിവുകൾ കൂടിയാണെന്ത് ഈ ഗുഹാ ചിത്രങ്ങൾ. അവരുടെ ആശയവിനിമയത്തിന്റെ തെളിവ് കൂടിയാണെന്ത് ഈ ഗുഹാ ചിത്രങ്ങൾ പറയുന്നത് അല്ലെ. ബിംബേദ്ക അതാണ് ഗുഹാ ചിത്രങ്ങൾ കണ്ടില്ലേ. ഓക്കെ, അപ്പൊ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, നിങ്ങൾ ആൻസർ ചെയ്യുക. ഒന്നല്ല 2-3 ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് നോക്കാം. എന്താണ് the period when stones were used as weapon is known as. എന്താണ് the period when stones were used as weapons is known as. ശിലകൾ ആയുധമായി ഉപയോഗിച്ച കാലഘട്ടത്തെ അറിയപ്പെടുന്ന ഏതാണ്? സ്റ്റോൺ ഏജ് അല്ലെ, ശിലായുഗം. അടുത്ത ക്വസ്റ്റ്യൻ, on what basis is the stone age divided into 3 stages? ഏതൊക്കെയാണ്? എന്താണ് on what basis is the stone age divided into 3 stages? The Paleolithic age, the Mesolithic age and Neolithic age അല്ലെ.
അപ്പൊ ശിലായുഗത്തെ പ്രാചീന ശിലായുഗം, മധ്യകാല ശിലായുഗം, നവീന ശിലായുഗം എന്നിങ്ങനെ 3 ഘട്ടങ്ങളായി തിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അത് ബേസ്ഡ് ഓൺ ദ അച്ചീവ്ഡ് ഓവർ ടൈം ഇൻ വെപ്പൺസ് ആൻഡ് ടൂൾസ് മെയ്ഡ് ഓഫ് സ്റ്റോൺസ് അല്ലെ. എന്താണ്? ബേസ്ഡ് ഓൺ ദ അച്ചീവ്ഡ് ഓവർ ടൈം ഇൻ വെപ്പൺസ് ആൻഡ് ടൂൾസ് മെയ്ഡ് ഓഫ് സ്റ്റോൺസ്. നെക്സ്റ്റ് എന്താണ്? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാലിയോളിത്തിക് ഏജ്? പ്രാചീന ശിലായുഗത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? ഇതവിടെ പറയുന്നുണ്ട് അല്ലെ. പ്രാചീന പാലിയോളിത്തിക് ഏജിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് പാലിയോളിത്തിക് ഏജിന്റെ? ഫസ്റ്റ് ഫേസ് ഓഫ് സ്റ്റോൺ ഏജ് യൂസ്ഡ് റഫ് സ്റ്റോൺസ് ആസ് ടൂൾസ്, ഗ്യാതറിംഗ് ആൻഡ് ഹണ്ടിങ് ആസ് എ മീൻസ് ഓഫ് ലിവ്ലിഹുഡ് അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് വരുന്നത് അല്ലെ. അപ്പം പ്രാചീന ശിലായുഗത്തിന്റെ ഇത് വരുന്നത് എന്തൊക്കെയാണ്? ശിലായുഗത്തിലെ ആദ്യഘട്ടം പരുക്കം കല്ലുകൾ ഉപകരണങ്ങളാക്കി ശേഖരണവും വേട്ടയാടലും ഉപജീവനമാക്കി അല്ലെ. ഇനി നെക്സ്റ്റ്, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് മെസോളിത്തിക് ഏജ്? എന്താണ് മെസോളിത്തിക് ഏജിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്? മെസോളിത്തിക് ഏജിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? used smaller fine stone tools, used edible grasses and fish as food, animal skin bark of trees and leaves used for clothing അല്ലെ. അപ്പം മധ്യശിലായുഗത്തിന്റെ സവിശേഷത എന്താണ്? സൂക്ഷ്മ ശിലാ ഉപകരണങ്ങൾ ഉപയോഗിച്ചു ഭക്ഷ്യയോഗ്യമായ പുല്ലിനങ്ങളും മത്സ്യവും ഭക്ഷണമാക്കി മൃഗത്തോലും മരത്തോലും ഇലകളും എന്താണ്? വസ്ത്രങ്ങളാക്കി അല്ലെ. ഇനി നെക്സ്റ്റ് എന്താണ് അടുത്തത്? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് മെസോളിത്തിക് ഏജ്? മെസോളിത്തിക് പറഞ്ഞില്ല, നിയോളിത്തിക് ഏജ് അല്ലെ. യൂസ്ഡ് മോർ റിഫൈൻഡ് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്, അഗ്രികൾച്ചർ സ്റ്റാർട്ടഡ്, ഇൻവെന്റഡ് വീൽ ആൻഡ് സ്റ്റാർട്ടഡ് മേക്കിംഗ് പോട്ടറി അല്ലെ. അപ്പൊ എന്താണ്? നവീന ശിലായുഗത്തിന്റെ പ്രത്യേകത എന്താണ്? കൂടുതൽ പരിഷ്കരിക്കപ്പെട്ടതും മിനുസമുള്ളതുമായ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചു കൃഷി ആരംഭിച്ചു, ചക്രം കണ്ടുപിടിക്കുകയും മൺപാത്ര നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു അല്ലെ. ഇതൊക്കെ നിങ്ങൾ പഠിക്കണം കേട്ടോ. പരീക്ഷയ്ക്ക് അതൊക്കെ ഉണ്ടാവും, അപ്പൊ പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രോ എ ഫ്ലോ ചാർട്ട് ദാറ്റ് ഇൻക്ലൂഡ്സ് വേരിയസ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ. വേരിയസ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ എവല്യൂഷന്റെ ഒരു ഫ്ലോ ചാർട്ട് തയ്യാറാക്കാൻ പറഞ്ഞല്ലേ. അതാണ് കേട്ടോ. പ്രൈമേറ്റ്സ്, എ കാറ്റഗറി ഓഫ് മാമൽസ്. ഹൊമിനിയോയിഡ്സ്, വാക്ക്ഡ് ഓൺ 4 ലെഗ്. ഹൊമിനിഡ്സ്, വാക്ക്ഡ് ഓൺ 2 ലെഗ്. Australopithecus and Homo. Homo habilis, the tool maker. Homo erectus, the upright humans. Homo sapiens, the wise of thinking men. Okay. മലയാളത്തിൽ എന്താണ്? മനുഷ്യപരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഫ്ലോ ചാർട്ട് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. മനുഷ്യപരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഫ്ലോ ചാർട്ട് ഏതാണ്? പ്രൈമേറ്റുകൾ അല്ലെ. സസ്തനികൾ ഒരു വിഭാഗം. ഹൊമിനോയിഡുകൾ 4 കാലിൽ നടത്തം. ഹോമിനിഡുകൾ 2 കാലിൽ നടത്തം. ഓസ്ട്രലോപിത്തേക്കസ്, ഹോമോ തന്നെ. ഹോമോ ഹാബിലിസ് ഉപകരണ നിർമ്മാതാക്കൾ. ഹോമോ ഇറക്ടസ് നിവർന്നു നിൽക്കുന്ന മനുഷ്യൻ. ഹോമോ സാപ്പിയൻസ് ബുദ്ധിയുള്ള മനുഷ്യൻ. ഇതാണ് ആ ഫ്ലോ ചാർട്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ പരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങൾ, മനുഷ്യന്റെ പരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ പറഞ്ഞാൽ ഈ ഫ്ലോ ചാർട്ട് പഠിച്ചിട്ട് വരയ്ക്കുക കേട്ടോ. ഓക്കെ. എന്താണ്? ദ ഹ്യൂമൻ എവല്യൂഷന്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ പറഞ്ഞാൽ, വേരിയസ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ എവല്യൂഷന്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ പറഞ്ഞാൽ ഈ ഫ്ലോ ചാർട്ട് വരയ്ക്കുക കേട്ടോ. ഓക്കെ. ദെൻ നെക്സ്റ്റ് എന്താണ് മക്കളെ? നെക്സ്റ്റ് ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് സെറ്റിൽഡ് ലൈഫ് അല്ലെ. ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് സെറ്റിൽഡ് ലൈഫ് ആണ് എന്താണ്? മനുഷ്യവികാസ എന്താണ്? ബിഗിനിങ് ഓഫ് എന്താണ്? കൃഷിയുടെ ആരംഭവും സ്ഥിരവാസവും അല്ലെ. അത് ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി പഠിച്ച് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.